കുറേ ദിവസമായല്ലേ നമ്മുടെ ഗാർഡനൊക്കെ ഒന്ന് കാണിച്ചിട്ട്. അപ്പോൾ ഇന്നൊരു ഗാർഡൻ ടൂർ ആയാലോ. അപ്പോൾ ഇത് നമ്മൾ ഒരു ചെറിയ ബോഗൻവില്ലാണ്. അതിങ്ങനെ ചെറുതായിട്ടൊന്ന് ചെറിയ ചട്ടി ആയതുകൊണ്ട് ഞാനിങ്ങനെ മതിലിൻ്റെ പുറത്തെടുത്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ ഇത് വലിയ ചട്ടിയിലുള്ള ബോഗൻവില്ല. ഞാനിത് പൂക്കൂലാന്ന് വിചാരിച്ച ബോഗൻവില്ലയാണ്. അത്യാവശ്യം നല്ല പൂക്കളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽപ്പുണ്ട്. ഓറഞ്ചാണെന്ന് വിചാരിച്ച് മേടിച്ച ബോഗൻവില്ലയാണ്, പക്ഷേ ഇത് പിങ്കാണ്. എന്തായാലും നല്ല പൂക്കളൊക്കെ ആയിട്ട് നിറഞ്ഞ് നിൽപ്പുണ്ടായിരുന്നേ. ഇപ്പം നനച്ചിട്ടേ ഉള്ളൂ, അതാണ് ഇങ്ങനെ ഫുൾ വെള്ളമായിട്ടിങ്ങനെ നിൽക്കുന്നത്. എന്തായാലും പിന്നെ ഇത് നമ്മുടെ സുന്ദരശീരാണ്. പിന്നെ കറിവേപ്പില, കത്തിരിക്ക, മുളക്, പിന്നെ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ബുഷ് ഓറഞ്ച് നിൽപ്പുണ്ടേ. പിന്നെ ഇത് നമ്മുടെ മെലസ്റ്റോമ വൈറ്റാണ് കേട്ടോ. ഇനി നമ്മുടെ ഗാർഡനിലെ പുതിയ അതിഥീനെ കാണിച്ചു തരാം. ഇത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ലക്കിലി കിട്ടിയതാണ് കേട്ടോ, സൂര്യകാന്തിന്. ഞാൻ വേറൊരു സീഡ് മേടിച്ചപ്പോൾ അതിൻ്റെ കൂടെ എനിക്ക് കിട്ടിയതാണ് സൂര്യകാന്തിൻ്റെ സീഡ്. വെറുതെ ഇട്ട് നോക്കിയതാണ്, പക്ഷേ അത് കിളിർത്തു. നല്ലതേ ഒരു പൂവൊക്കെ വന്ന് നിൽപ്പുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനൊരു പൂവൊക്കെ വിരിഞ്ഞ് സൂര്യകാന്തിയൊക്കെ വിരിഞ്ഞ് എൻ്റെ ഗാർഡനിൽ ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല. നല്ല ഭംഗിയായിട്ട് നിൽപ്പുണ്ട്, കാണാൻ നല്ല രസമല്ലേ. പിന്നെ നമ്മുടെ റോസസൊക്കെയാണ് കേട്ടോ ഇതുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു ഓറഞ്ച് റോസ് ഉണ്ട്, പിന്നെ ഒരു പിങ്ക് റോസ് ഉണ്ട്. അത്യാവശ്യം ഇതൊക്കെയാണ് നമ്മൾ. പിന്നെ ബാക്കിയെല്ലാം പച്ചക്കറികളാണ്. ഇടയിൽ അത്യാവശ്യം പുല്ലൊക്കെ പിടിച്ച് ഇങ്ങനെ നിൽപ്പുണ്ടെങ്കിൽ ഒന്ന് നല്ല കുറച്ചുകൂടെ ഒന്ന് ക്ലീനൊക്കെ ആക്കിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇപ്പം എന്തായാലും ഇന്നത്തെ നമ്മുടെ താരം നിൽക്കുന്ന ഈ സൂര്യകാന്തിയാണ് കേട്ടോ. നല്ല രസമല്ലേ കാണാൻ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.